ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ 18-ാം തീയതി തിങ്കളാഴ്ച നമ്മുടെ ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ മാറിയ സിലബസ് അല്ലെങ്കിൽ എന്താ പറയുക മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ഓണപരീക്ഷ എങ്ങനെയായിരിക്കും എന്നറിയാൻ എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ വളരെയധികം ഈസി ആയിരിക്കുമോ അല്ലെങ്കിൽ വളരെ ടഫ് ആയിരിക്കുമോ, അങ്ങനെയുള്ള പല പല ആശയക്കുഴപ്പങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാവുക. കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരുന്നത് അല്ലേ. ഇവിടെ 2 ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. മിനിമം മാർക്ക് ഈ ഓണപരീക്ഷ മുതൽ പാസ്സായില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്നുള്ള ഒരു വാർത്തയുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ചോദ്യപേപ്പറുകൾ മാറുന്നു. കാണാപ്പാഠമല്ല, മനസ്സിലാക്കി എഴുതണം. ഓർമ്മ പരിശോധനയാകില്ല, പരീക്ഷ ചിന്തിച്ചെഴുതണം. ഓണപരീക്ഷ മുതൽ പുതിയ രീതി എന്നുള്ള തരത്തിലുള്ള പുതിയ പുതിയ വാർത്തകൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാണാപ്പാഠം ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എക്സാമിന് മാർക്ക് നേടാൻ കഴിയില്ല എന്നുള്ള സൂചന ഓൾറെഡി ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എന്താ, എക്സാം ടഫ് ആയിരിക്കും. ഓക്കെ, 7ൻ്റെ അല്ല, നിങ്ങൾക്ക് 8ൻ്റെ പണിയാണ് ഓണപരീക്ഷയിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അത് ആക്ച്വലി വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഓണപരീക്ഷ വളരെ ഈസിയാക്കി, ക്രിസ്മസ് പരീക്ഷ ഈസിയാക്കി, എന്നിട്ട് ആനുവൽ എക്സാമിന് ടഫാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഓണപരീക്ഷ മുതൽ ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വളരെ ഈസി ആയിരിക്കും എക്സാം. അതായത് ക്വസ്റ്റ്യൻ ആ ഒരു പാറ്റേൺ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾ നേരത്തെ ഇത് റെഡി ആയതുകൊണ്ട്, ഓക്കെ, മെൻ്റലി നിങ്ങളെല്ലാം റെഡി ആയതുകൊണ്ട്, പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് പരീക്ഷയും ആനുവൽ എക്സാമും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ ഒരു നല്ലൊരു തീരുമാനമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും ഇത് പെട്ടെന്നാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനം. സിലബസും മാറി അല്ലേ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഓണപരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയുക സാർ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും അല്ലേ. ചിലരൊക്കെ ഓണപരീക്ഷ അല്ലേ, അത് നമുക്ക് പിന്നെ നോക്കാം, ക്രിസ്മസ് പരീക്ഷ സെറ്റാക്കാം അല്ലെങ്കിൽ ആനുവൽ എക്സാം സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കളിച്ച് നടന്നിട്ടുണ്ടാവും. ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും. പിന്നെ പുതിയ കാര്യം, UPയിൽ നിന്നും ഇപ്പോൾ ആദ്യമായിട്ട് ഹൈസ്കൂളിലേക്ക് വന്ന മക്കളാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വേറെയും ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ എന്താ പറയുക, ചാപ്റ്റേഴ്സ് തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം, നോട്ട്സ് പ്രോപ്പറായിട്ട് എഴുതിയെടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. പിന്നെ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ഒരു കൂട്ടം കുട്ടികൾ അല്ലേ. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഈ ഒരു വീഡിയോ കാണുന്നത്. മക്കളെ, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിലും ഒരു പേടിയും പേടിക്കണ്ട, എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, എക്സാമിനർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നൽകാൻ വേണ്ടി പോകുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്, ബ്യൂട്ടിഫുൾ അല്ലേ? യെസ്, ഒരു സ്പെഷ്യൽ ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. ഇന്ന് കൃത്യം 7:30-നാണ് നമ്മുടെ ലൈവ് വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ഏതൊക്കെ ദിവസം ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത്, അങ്ങനെ ഏതൊക്കെ എന്താ പറയുക എങ്ങനെയൊക്കെ പഠിച്ചാലാണ് ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ ചാനൽ വരിക, ലൈവ് എന്ന് കാണാം അല്ലേ. ക്ലാസ് 8 ഓണം എക്സാം മെഗാ സ്റ്റഡി പ്ലാൻ 7:30-ന് എല്ലാവരും ആ ലൈവ് തുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താ അത്, യെസ്, എന്തോ ട്രെയിലർ എന്തോ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇവിടെ ലൈക്കോടെ, യെസ്, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ടുവരിക. എന്നിട്ട് ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് നമുക്ക് എല്ലാ സബ്ജക്റ്റിനും എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ സെറ്റാക്കണം. അപ്പോൾ ഓൾറെഡി ലൈവ് ചാറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, ബാച്ചിലും ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത എക്സാംസ് ഒക്കെ ഫുൾ മാർക്ക് സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.